പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നത് ആരോഗ്യകരമായ ഒരു ശീലമാണ്. രോഗങ്ങളെ അകറ്റി നിർത്താനും ഇല്ലാതാക്കാനും പ്രകൃതിയുള്ള കഴിവ് യന്ത്രവൽകൃത ലോകത്ത് പോലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ ഇന്ന് മനുഷ്യർ പ്രകൃതിയിൽ നിന്നും അകന്നു തുടങ്ങിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് പോലും പച്ചപ്പുകൾ അപ്രത്യക്ഷമായി തുടങ്ങിയിരിക്കുന്നു. കൃഷിയിടങ്ങൾ പലതും നശിച്ചിരിക്കുന്നു. ഫലമോ വിഷമയമായ പച്ചക്കറികൾ വിപണികൾ അടക്കി വാഴാൻ തുടങ്ങി. നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും കഴിക്കുന്ന ആഹാരം വിഷരഹിതമായിരിക്കണം എന്ന ചിന്തയാണ് തിരുവനന്തപുരം ജില്ലയിലെ അമരിവിള സ്വദേശിയായ സോമശേഖരനെ കൃഷിയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. മുൻപ് കന്നുകാലി കച്ചവടവും പാലുൽപ്പന്ന വ്യവസായവും ചെയ്തിരുന്ന ഇദ്ദേഹം ഇന്ന് വീട്ടാവശ്യത്തിനും വിൽപ്പനയ്ക്കുമുള്ള പച്ചക്കറികൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നു. പഴയകാലം എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് തന്നെ ചെറുതായൊക്കെ ചെറിയ കൃഷികളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ആ അവസരത്ത് തന്നെ ഇയർ ഓർമ്മയില്ല. പക്ഷേ എങ്കിലും ഞാൻ ഈ കൃഷി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ തുണ്ട് വയലിൽ വെള്ളരി നട്ടിരുന്നു. അത് ഒരു ദിവസം കൊണ്ടുപോയപ്പോൾ അന്നത്തെ വിലയ്ക്ക് ഒരു ചാക്ക് വെള്ളരിക്ക് അന്ന് കുറച്ച് കൊണ്ടുപോയപ്പോൾ ഏതാണ്ട് 90-100 രൂപ കിട്ടി. അതിൽ അന്ന് സ്വർണത്തിന് 90 രൂപ വിലയുണ്ടായിരുന്ന കാലത്താണ്. ആ 90 രൂപയ്ക്ക് ഒരു പവൻ വാങ്ങിച്ച് മാലയൊക്കെ ഇട്ടോട്ട് നടന്നതാണ്. അതിനുശേഷം ഇങ്ങനെ ബിസിനസ്സായി. എനിക്കൊരു പാൽ ബിസിനസ് ഉണ്ടായിരുന്നു. ഞാൻ നല്ല രീതിയിൽ കന്നുകാലികളെല്ലാം കെട്ടി വീട്ടിൽ തന്നെ കെട്ടിക്കറന്ന് തിരുവനന്തപുരം സിറ്റിയിൽ കൊണ്ട് വളരെ കാലം ബിസിനസ്സൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് അങ്ങനെ ഇപ്പോൾ കൃഷി കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നടക്കും. എങ്കിലും വലുതായിട്ടുള്ള കൃഷിയില്ല. പിന്നെ ഇപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായതുകൊണ്ട് അങ്ങനെ വലിയ കൃഷി ചെയ്യാറില്ല. ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ വീട്ടുനടയിലായതുകൊണ്ട് ഇതൊക്കെ കൂടെ നട്ടിരിക്കുന്നു. കോവലാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന കൃഷി. ഇതുകൂടാതെ വെണ്ട, തക്കാളി, പയർ, വാഴ, കരനെല്ല് എന്നിവയും പുരയിടത്തിൽ തന്നെ കൃഷി ചെയ്യുന്നു. കോവൽ ഇദ്ദേഹം മട്ടുപ്പാവിലാണ് വളർത്തുന്നത്. എന്നാൽ കോവലിന്റെ തൈ താഴെ മണ്ണിൽ നട്ട ശേഷം വള്ളി വീടിന്റെ മട്ടുപ്പാവിലേക്ക് വളർത്തിവിടുകയാണ് ചെയ്തത്. ഇതിനൊരു കാരണമുണ്ട്. ഗ്രോ ബാഗിലോ പ്ലാസ്റ്റിക് ചാക്കിലോ നട്ട് മട്ടുപ്പാവിൽ വളർത്തിയാൽ ഒരു പരിധിയിൽ കൂടുതൽ ഇവ വളരില്ല. മാത്രവുമല്ല, ഇവയുടെ ആയുസ്സും ഉൽപാദനവും കുറഞ്ഞു പോവുകയും ചെയ്യും. എന്നാൽ നിലത്ത് നട്ട് ഇവ വളർത്തുന്നതുകൊണ്ട് സ്വാഭാവികമായ വളർച്ചയും ആയുസ്സും ഇവയ്ക്കുണ്ടാകും. കൂടാതെ വളപ്രയോഗം നടത്തുമ്പോൾ അതിൻ്റെതായ മെച്ചവുമുണ്ട്. മട്ടുപ്പാവിൽ പന്തലിൽ പടർത്തി വളർത്തുന്നതുകൊണ്ട് തണലും അതുവഴി വീടിനുള്ളിൽ ശീതളമായ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ ഫാൻ പോലും ഉപയോഗിക്കാതെ ഉറങ്ങുവാനും സാധിക്കും. നല്ല രീതിയിൽ പരിപാലിച്ചാൽ മികച്ച വിളവ് നൽകുന്ന ഇനം കോവലാണിത്. രോഗങ്ങളൊന്നും പൊതുവെ കണ്ടുവരാറില്ലെങ്കിലും ഈച്ചശല്യമാണ് ഇവിടെ നേരിടുന്ന പ്രശ്നം. കായീച്ചകൾ വളരുന്ന കോവയ്ക്ക് ആക്രമിക്കുന്നത് ഇവിടെ പതിവായിരുന്നു. ഇതിനൊരു പരിഹാരമായാണ് ഇദ്ദേഹം കായീച്ചക്കണി സ്ഥാപിച്ചത്. ആദ്യം സ്വന്തമായി നിർമ്മിച്ച കായീച്ചക്കണി സ്ഥാപിച്ചെങ്കിലും അത് ഫലപ്രദമായില്ല. പിന്നീട് വെള്ളായണി കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ച കായീച്ചക്കണി മേടിച്ചു വെക്കുകയും
ഈച്ചശല്യം വളരെ നന്നായി കുറയുകയും ചെയ്തു. ഇതിനുശേഷം മുൻപ് ലഭിച്ചിരുന്നതിലും ഇരട്ടി വിളവ് ലഭിക്കുന്നുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു. അതായത് ഈ കോവൽ നട്ടിട്ട് ഏതാണ്ട് 4-5 മാസം വരും ഏകദേശം. പിന്നെ അത് നട്ട് 5-6 ദിവസം കഴിഞ്ഞ് ഒരു 10-15 ദിവസം കഴിഞ്ഞ് ഏതാണ്ട് മുള വന്നതിന് ശേഷം ചാണകപ്പൊടിയും ചാമ്പൽ എല്ലാം കൂടെയൊക്കെ കുഴച്ചിടുമായിരുന്നു. ഒരു 3 മാസമായപ്പോഴാണ് നന്നായിട്ട് കാച്ചു തുടങ്ങി. ഇപ്പോൾ ഏതാണ്ട് 5 മാസം കഴിഞ്ഞിരിക്കും ഏകദേശം. പക്ഷേ ഇതിന് എല്ലുപൊടി, ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പൻ പിണ്ണാക്ക് ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഇടുന്നത്. അപ്പോൾ ഇത് ഈ കായ്ക്കണി എന്ന് പറയുന്ന വെള്ളായണി അഗ്രികൾക്കാളയിൽ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഒരു കായ്ക്കണിക്ക് 100 രൂപ വില, അങ്ങനെ 2 എണ്ണം വാങ്ങി ഇവിടെ കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം കീടങ്ങളെല്ലാം അതിൽ വീഴുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് കായ്ഫലം കിട്ടുന്നു, നന്നായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേറെ കീടനാശിനിയോ മറ്റ് രാസവളങ്ങളോ ഉപയോഗിക്കാറില്ല, ഉപയോഗിക്കേണ്ടി വരുന്നില്ല, അതുകൊണ്ട് ഉപയോഗിക്കുന്നുമില്ല. അതാണ് കാര്യം. കോവൽ കഴിഞ്ഞാൽ വെണ്ടയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന വിള. അധികം ഉയരം വയ്ക്കാത്തതും എന്നാൽ മികച്ച വിളവുമാണ് ഈ വെണ്ട തരുന്നത്. പശുത്തൊഴുത്തിരുന്ന സ്ഥലത്താണ് ഇദ്ദേഹം വെണ്ട കൃഷി ചെയ്യുന്നത്. തറ പൊളിക്കാതെ 4 സിമന്റ് ഇഷ്ടിക ഒരു ചട്ടിയുടെ രൂപത്തിലാക്കി അതിൽ മണ്ണ് നിറച്ചാണ് വെണ്ട നട്ടിരിക്കുന്നത്. വൻതോതിലില്ലെങ്കിലും വാഴയും ഇദ്ദേഹം കൃഷി ചെയ്യുന്നു. ഞാലിപ്പൂവൻ, കപ്പവാഴ, പാളയൻ തോടൻ എന്നിവ മുൻ വർഷങ്ങളിൽ കൃഷി ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ റോബസ്റ്റയാണ് കൃഷി ചെയ്യുന്നത്. വീട്ടാവശ്യത്തിനു പുറമെ വിൽക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു. ഒരു പരീക്ഷണം എന്ന വണ്ണം ഇദ്ദേഹം കരനെൽ കൃഷിയും ചെയ്യുന്നു. പണ്ടുകാലത്ത് കരനെൽ കൃഷി ചെയ്തിരുന്നെങ്കിലും പിൽക്കാലങ്ങളിൽ ഇത് അപ്രത്യക്ഷമായി. ആദിവാസി ഗോത്രങ്ങളും മറ്റും മലപ്രദേശങ്ങളിൽ അരിഭക്ഷണ ലഭ്യതയ്ക്കായി കരനെൽ കൃഷി ചെയ്തിരുന്നു. തണലിൽ കഴിയുന്നതും ജലം അധികം വേണ്ട എന്നതുമാണ് കരനെല്ലിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വരണ്ട കാലാവസ്ഥയിലും ഇവ വളരും. പ്രത്യേകമായി നിലമൊരുക്കി ചാണകവും ചാമ്പലും കുഴച്ച് മണ്ണിൽ വിതറിയ ശേഷം വിത്ത് പാകുന്നു. 1 മാസത്തിന് ശേഷം കോഴിവള പ്രയോഗവും ഇദ്ദേഹം ചെയ്യുന്നു. ഇത് വിജയം കാണുമെങ്കിൽ വിപുലമായി കരനെൽ കൃഷി ചെയ്യുമെന്ന് ഇദ്ദേഹം പറയുന്നു. ഞാൻ ഒരു ദിവസം കൃഷി വികസന ഓഫീസിൽ പോയപ്പോൾ നമ്മളെ കൃഷി ഓഫീസർ പറഞ്ഞ്, നിങ്ങൾ എന്തായാലും പല കൃഷികളും ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു കരനെല്ല് കൃഷി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ വേണ്ടുന്ന രീതിയിൽ അതിനുള്ള ജൈവവളവും വിത്തും തന്ന് അതുകൊണ്ടുവന്ന് ഞാനിവിടെ ഇട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു 1.5 മാസത്തോളം വരും. ഒരുവിധം നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അതിനും രാസവള പ്രയോഗമൊന്നും ഇല്ല, കീടനാശിനി അടിക്കാറില്ല. അതിൽ കീടങ്ങളൊന്നും വന്നില്ല, അതുകൊണ്ട് അടിക്കുന്നില്ല. പിന്നെ അങ്ങനെ പോകുന്നു, ഒരുവിധം നന്നായിരിക്കുന്നു. വിത്തിടും മുമ്പ് തന്നെ കിളച്ച് വളരെ ഒരുക്കിയതിന് ശേഷം ചാണകപ്പൊടിയും ചാമ്പലും കൂടെ ഇട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കി പിന്നെ വിത്തിട്ടതിന് ശേഷം പിന്നെ അതിന് ശേഷവും ഈ മറ്റുള്ളതിനൊക്കെ കോഴിക്കാരമൊക്കെ ഇടുമ്പോൾ ആ കോഴിവളം കൂടെ ഞാൻ ഇടാറുണ്ട്. അങ്ങനെ ഒരുവിധം കുഴപ്പമില്ല. 1.5 മാസം കൊണ്ട് തന്നെ ഒരു 3 വളം ചെയ്തിട്ടുണ്ട്. 3 കോഴിക്കാരവും ചാണകപ്പൊടിയും ചാമ്പലും കൂടെ ചേർത്തിട്ട് അങ്ങനെ ഒരുവിധം നന്നായിരിക്കുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ കീടങ്ങളും അതിനെ ഒന്നും ബാധിച്ചിട്ടില്ല. വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, ചക്ക, മാങ്ങ, പയർ തുടങ്ങി കറിവേപ്പ് വരെ ഇദ്ദേഹത്തിന്റെ ഈ പുരയിടത്തിലുണ്ട്.
കുറച്ച് പിന്നെ വാഴ നട്ടിട്ടുണ്ട്. വാഴ വലിയ മെച്ചമല്ലെങ്കിലും ഒരു മീഡിയം സൈസിൽ വാഴ നട്ടയ്ക്കുന്നു, അത് കുലച്ച് നിൽക്കുന്നു. പിന്നെ ഒരു കൂട് മാവ് നന്നായിരിക്കുന്നു, നിറയെ കാച്ചു നിൽക്കുന്നു. മാവ് നട്ടിട്ട് ഏതാണ്ട് 5 വർഷമായി. 2ാമത്തെ വർഷം അവസാനിച്ചപ്പോൾ തന്നെ കാച്ചു തുടങ്ങി. ഏത് സമയത്തും മിക്കവാറും ഒക്കെ മാങ്ങ കാണും. അതും ഈ കായ്കനി കെട്ടാതിരുന്നപ്പോൾ ഒരു മാങ്ങ പോലും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ കൃഷി ഓഫീസർ, വെങ്ങാനൂർ കൃഷി ഓഫീസർ ശ്രീമതി ഹരിപ്രിയ, അവരാണ് എന്നെ പ്രേരിപ്പിച്ചത്. നിങ്ങളിങ്ങനെ ഈ കായ്ക്കണി വാങ്ങി കെട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ മാവിലും ഒരു കായ്ക്കണി വാങ്ങിച്ച് കെട്ടി, കോവലിലും ഒരെണ്ണം വാങ്ങിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും നിറയെ, ഒരെണ്ണത്തിൽ 2000 ഈച്ച വരെ ഇപ്പോൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കൂടെ ആയപ്പോൾ വളരെ ഒരു സംതൃപ്തി തന്നെയാണ്. നമ്മൾ കഷ്ടപ്പെടുന്ന കീടങ്ങൾ കൊണ്ടുപോകുന്നില്ല. അതൊരു നല്ല കാര്യമാണെന്നാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. ഇവയ്ക്കെല്ലാം ജൈവവളം മാത്രമേ ഇദ്ദേഹം ഉപയോഗിക്കാറുള്ളൂ. പരിചരണവും അധ്വാനവും ജൈവരീതിയിൽ അധികം വേണമെങ്കിലും പച്ചക്കറികൾ വിഷരഹിതവും സമ്പുഷ്ടവുമായിരിക്കുമെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം. ജലസേചനം ഈ അടുത്ത കാലത്ത് ഒരു കുഴൽക്കിണർ കുഴിച്ച്, അതിനുശേഷമാണ് എനിക്ക് കൃഷിയിൽ വലിയ താല്പര്യം തോന്നിയത്. അല്ലെങ്കിൽ പൈപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തുകൊണ്ടിരുന്നത്. പൈപ്പ് വെള്ളം കൃഷിക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് പൈപ്പ് വെള്ളം ഉപയോഗിക്കാതിരുന്ന് ഇപ്പോൾ കുഴൽക്കിണർ അടിച്ചതിന് ശേഷം ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പോൾ ഈ കൃഷിക്കൊക്കെ കുഴൽക്കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ജൈവവള ഉപയോഗമായതുകൊണ്ട് തന്നെ പുഴുക്കളുടെയും കീടങ്ങളുടെയും ശല്യം ഏറെയുണ്ട്. വെണ്ടയിലും പയറിലുമാണ് പുഴുക്കളുടെ ആക്രമണം കൂടുതൽ. വേപ്പെണ്ണ മിശ്രിതവും സോപ്പ് ലായനിയുമാണ് ഇവയെ തുരത്താൻ ഉപയോഗിക്കുന്നത്. കൃത്യമായ ഇടവേളകളിൽ ഇവ തളിച്ചാൽ കീടങ്ങളുടെ ആക്രമണം തടയാൻ സാധിക്കും. ജൈവരീതിയിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളായതുകൊണ്ട് തന്നെ വിപണനം എളുപ്പമാണ്. മികച്ച വിലയും ലഭിക്കുമെന്ന് ഇദ്ദേഹം പറയുന്നു. ഒരാഴ്ചയിലൊക്കെ അടക്കുമ്പോൾ തന്നെ ഒരു 10-25 കിലോ കിട്ടാറുണ്ട്. 25 കിലോ കിട്ടിയാലും കിലോയ്ക്ക് 30 രൂപ 40 രൂപ വരെ വിലയുണ്ട്. ഇപ്പം ശകലം വില കുറവാണ്, എങ്കിലും 40 രൂപ 50 രൂപ വരെ വിറ്റിട്ടുള്ള ദിവസമുണ്ട്. അത് ഈ വിപണിയിൽ കൊടുത്താൽ ഉടൻ തന്നെ കാശ് കിട്ടും. പിന്നെ പ്രത്യേകിച്ച് നമ്മളൊക്കെ കൊണ്ടുചെല്ലുന്ന ഈ കീടമൊന്നും തളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും വാങ്ങുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഈ കോവൽ ഈ ടെറസിൻ്റെ നട്ടതിൻ്റെ ഉദ്ദേശം തന്നെ എനിക്കും കയറി വരുമ്പോൾ നമുക്ക് നമ്മളാളുകൾക്കൊക്കെ പച്ച തന്നെ ഇഷ്ടംപോലെ പറിച്ചെടുക്കാം. അപ്പോൾ കീടനാശിനി ഉപയോഗിച്ചാൽ നമുക്കത് അത്ര കാര്യമായി കഴിക്കാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ നല്ല രീതിയിൽ ഇപ്പോൾ കൃഷി പോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നടക്കുന്നു. കായ്ക്കുന്ന കായെല്ലാം നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ എടുത്തിട്ട് പിന്നെ മറ്റേ ആളുകൾക്കും കുറച്ചൊക്കെ കൊടുക്കും. നമ്മളെ പരിസരവാസിയൊക്കെ കൊടുത്തിട്ട് തന്നെ മിച്ചമുള്ളത് സംഘമൈത്രി എന്ന് പറയുന്ന നെടിഞ്ചലൊരു വിങ്ങുണ്ട്, അവിടെ കൊടുക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും അവിടെ അങ്ങോട്ട് പോയില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാറുണ്ട്. ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കും. അങ്ങനെ കൃഷി ഒരുവിധം കുഴപ്പം ഇല്ലാതെ പോകുന്നുണ്ട്. കൃഷിയും കാര്യങ്ങളുമായി കഴിയുന്ന ഇദ്ദേഹത്തിന് 2 മക്കളാണ്. മൂത്ത മകൾ അജിത സഹകരണ ബാങ്ക് ജീവനക്കാരിയും വിവാഹിതയുമാണ്. മകൻ അരുൺ ആരോഗ്യവകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി നോക്കുന്നു. വിപണിയിലെ വിഷമയമായ പച്ചക്കറികൾ ആരോഗ്യത്തെയും ജീവനെയും ഇല്ലാതാക്കുന്ന കാഴ്ചകൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിഷരഹിതമായ പച്ചക്കറി ലഭ്യമാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ഇദ്ദേഹം തുടങ്ങിയ ഈ മാതൃക നമ്മൾ സ്വീകരിച്ചാൽ ആരോഗ്യമുള്ള ഒരു പുതുതലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. മട്ടുപ്പാവിലെ കോവൽ പന്തലിന്റെ ശീതളിമയിൽ കഴിയുന്ന ഇദ്ദേഹത്തിന് കാവൽ ഈ കോവലാണ്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए
6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और PVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബറിന്റെ വളപ്രയോഗ രീതികളിൽ പരിശീലനം. ആദിവാസി ക്ഷേമത്തിനായി ഔഷധ സസ്യ കൃഷിയും തേനീച്ച വളർത്തലും പദ്ധതി നടപ്പിലാക്കുന്നു. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. റബ്ബറിന് വളമിടുന്നതിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബറിന്റെ ശാസ്ത്രീയമായ വളപ്രയോഗ രീതിയിലുള്ള ഏകദിന പരിശീലനം ഈ മാസം 9-ാം തീയതി കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. വളമിടുന്നതിന്റെ ആവശ്യകത, ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്ന വളങ്ങൾ, കാര്യക്ഷമമായ വളപ്രയോഗം, മണ്ണും ഇലയും പരിശോധിച്ചിട്ടുള്ള വളമിടൽ തുടങ്ങിയവ പരിശീലനത്തിൽ ഉൾപ്പെടും. പരിശീലന ഫീസ് 400 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0481 2 35 1313 എന്ന നമ്പറിലോ 0481 2 35 3127 എന്ന നമ്പറിലോ വിളിക്കുക. കുരുമുളക് വള്ളികളിൽ മഴക്കാലത്തിന് ശേഷം കണ്ടുവരുന്ന രോഗമാണ് സാവധാനവാട്ടം. നിമാവിരകളും ഫൈറ്റോഫ്തോറയും കാരണം സാവധാനവാട്ടം ഉണ്ടാകാറുണ്ട്. ഇലകളിൽ മഞ്ഞളിപ്പ്, ഇലകൊഴിച്ചിൽ, കൊടികളിൽ വാട്ടം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. സാവധാനവാട്ടത്തിനുള്ള ജൈവിക നിയന്ത്രണം പൊച്ചോണിയ അല്ലെങ്കിൽ ട്രൈക്കോഡെർമ കൊടിയൊന്നിന് 50 ഗ്രാം വീതം നൽകുക എന്നതാണ്. പിണ്ണാക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് ഗുണകരമാണ്. വേപ്പിൻ പിണ്ണാക്ക് 1 കിലോ വീതം ഓരോ വള്ളിക്കും മഴക്കാലത്ത് നൽകണം. ശീമക്കൊന്ന ഇലകൾ ഉപയോഗിച്ച് പുതയിടുക. വനം വന്യജീവി വകുപ്പ് ആദിവാസി ക്ഷേമത്തിനായി 2 പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ആദിവാസി ഊരുകളിൽ ഔഷധ സസ്യകൃഷിയും തേനീച്ച വളർത്തലുമാണ് പദ്ധതികൾ. 2 പദ്ധതികളും സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 10 വീതം ആദിവാസി ഊരുകളിൽ നടപ്പിലാക്കും. പദ്ധതിയുടെ വിജയത്തിനനുസരിച്ച് മറ്റ് പ്രദേശങ്ങളിലേക്കും തേനീച്ച വളർത്തലും ഔഷധ സസ്യകൃഷിയും വ്യാപിപ്പിക്കും. തേനീച്ച വളർത്തൽ പദ്ധതിക്ക് ഹോർട്ടികോർപ്പും ഔഷധ സസ്യകൃഷിക്ക് സംസ്ഥാന ഔഷധ സസ്യ ബോർഡുമാണ് സാങ്കേതിക സഹായം നൽകുന്നത്. ഒരു ആദിവാസി ഊരിൽ 25 തേനീച്ച കൂടുകളാണ് സ്ഥാപിക്കുക. 2 പദ്ധതികളും ഈ മാസം തന്നെ ആരംഭിക്കും. ഒരു ഊരിൽ ഔഷധ സസ്യകൃഷി ആരംഭിക്കുന്നതിന് 1.5 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. സമഗ്ര നാളികേര വികസനം ലക്ഷ്യമിട്ട് കൃഷിവകുപ്പ് കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നു. ഇതനുസരിച്ച് നാളികേര ക്ലസ്റ്ററുകളിലെ ചെറുകിട നാമമാത്ര കർഷകർക്ക് തെങ്ങ് കയറ്റ യന്ത്രം കൃഷിഭവൻ മുഖേന വാങ്ങി നൽകും. 2000 രൂപയാണ് സബ്സിഡി തുക. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 22, 23, 24 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തലിലും 27, 28 തീയതികളിൽ താറാവ് വളർത്തലിലും സൗജന്യ പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0482 92 34 323. എറണാകുളത്തെ നേരിയമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ കുറിയ ഇനം തെങ്ങിൻ തൈകൾ, പ്ലാവ്, മാവ്, സപ്പോട്ട തുടങ്ങിയ ഫലവൃക്ഷ ഗ്രാഫ്റ്റ് തൈകൾ, പച്ചക്കറി തൈകൾ എന്നിവ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0485 2 55 44 16 എന്ന നമ്പറിൽ വിളിക്കുക. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 8,800 രൂപ, കോഴിക്കോട് 9,800 രൂപ, തൃശൂരിൽ 8,800 രൂപ. കൊപ്ര കൊച്ചിയിൽ 6,010 രൂപ,
കോഴിക്കോട് 5,900 രൂപ, തൃശൂരിൽ 6,120 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 70,000 രൂപ, ഗാർബിൾഡ് 73,000 രൂപ. ചുക്ക് മീഡിയം 16,500 രൂപ, ബെസ്റ്റ് 18,000 രൂപ. മഞ്ഞൾ സേലത്ത് 10,000 രൂപ, ഈറോഡിൽ 9,800 രൂപ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 11,300 രൂപ, 4ാം ഗ്രേഡ് 12,500 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 11,300 രൂപ, 4ാം ഗ്രേഡ് 12,500 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 8,800 രൂപ, കൊപ്ര 6,010 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 2,200 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 70,000 രൂപ, ഗാർബിൾഡ് 73,000 രൂപ. ചുക്ക് മീഡിയം 16,500 രൂപ, ബെസ്റ്റ് 18,000 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 210-നും 225-നും മധ്യേ. തൊണ്ടില്ലാത്തത് 400-നും 450-നും മധ്യേ. ജാതിപത്രി 450-നും 950-നും മധ്യേ. ഗ്രാമ്പു 745 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,300 രൂപ, 4ാം ഗ്രേഡ് 12,500 രൂപ. ഓട്ടുപാൽ 7,100 രൂപ, ലാറ്റക്സ് 7,100 രൂപ. കമ്പോള അവലോകനം. കാർഷിക മേഖല ഉയർന്ന അളവിൽ റബ്ബർ ഷീറ്റ് വിൽപ്പനയ്ക്ക് തയ്യാറായി. ഇടപാടുകളുടെ തുടക്കത്തിൽ അവധി വ്യാപാരത്തിലെ മുന്നേറ്റം സ്റ്റോക്കിസ്റ്റുകളെ ഷീറ്റ് വിൽപ്പനയ്ക്ക് പ്രേരിപ്പിച്ചു. അതേസമയം ഉച്ചയോടെ അവധി നിരക്കുകൾ തളർന്നത് കണ്ട് വ്യവസായികളും രംഗത്തുനിന്ന് അല്പം പിന്തിരിഞ്ഞത് വിലയെ ബാധിച്ചു. നാളികേര ഉൽപ്പന്നങ്ങളുടെ വില മുഖ്യ വിപണികളിൽ സ്റ്റഡിയായി നീങ്ങി. ഓണം അടുത്തതോടെ പ്രാദേശിക വ്യാപാരികൾ വെളിച്ചെണ്ണ ശേഖരിക്കാൻ ഉത്സാഹിച്ചു. കൊച്ചിയിലും കോഴിക്കോടും എണ്ണവിലയിൽ മാറ്റമില്ല. ചരക്ക് സംഭരിക്കാൻ പലരും നിയന്ത്രിച്ചെങ്കിലും മികച്ച ഇനങ്ങൾ കിലോ 1,325 രൂപയിലും ശരാശരി ഇനങ്ങൾ 923 രൂപയിലും ലേലം കൊണ്ടു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.1, 24.5. കൊച്ചി 31.2, 25. ആലപ്പുഴ 32.2, 24.9. പുനലൂർ 33.2, 23.6. തിരുവനന്തപുരം കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.